നമസ്കാരം. കോൺഗ്രസ് പാർട്ടിയിൽ അധികാരം എന്ന് പറയുന്നത് ആരും താലത്തിൽ കൊണ്ട് വെച്ച് തരുന്നതല്ല. ഒന്നുകിൽ ഗോഡ് ഫാദർമാരുണ്ടാവണം, സംരക്ഷകരുണ്ടാവണം, അങ്ങനെ നേതൃത്വത്തിന് താല്പര്യമുള്ളയാളായി മാറണം. അല്ലെങ്കിൽ വി.ഡി. സതീശനെ പോലെ കൃത്യമായ നീക്കങ്ങൾ നടത്തി ഏതു നേതൃത്വത്തെയും ഞെട്ടിക്കാൻ കെൽപ്പുള്ളയാളാവണം. അല്ലാത്തവരൊക്കെ പിന്തള്ളപ്പെട്ടു പോകും. അതുകൊണ്ട് തന്നെ കോൺഗ്രസിൽ എക്കാലത്തും എല്ലാ പദവികൾക്ക് വേണ്ടിയും പിടിവലി നടക്കുകയാണ്. 4 ഉന്നത പദവികളിൽ ഒഴിവ് വന്നിരിക്കുന്നു. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് മന്ത്രിയായതോടെ ആ പദവി ഉപേക്ഷിക്കേണ്ടി വരും. AP അനിൽകുമാറും PC വിഷ്ണുനാഥും വർക്കിംഗ് പ്രസിഡന്റുമാരാണ്. അവരും ആ പദവി രാജിവെക്കേണ്ടി വരും. ഈ 3 പദവി മാത്രമല്ല, നിരവധി KPCC വൈസ് പ്രസിഡന്റുമാർ MLA-മാരായിരിക്കുന്നു, ജനറൽ സെക്രട്ടറിമാർ MLA-മാരായിരിക്കുന്നു. അങ്ങനെ KPCC പ്രസിഡന്റും വർക്കിംഗ് പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും വൈസ് പ്രസിഡന്റും അടക്കം അനേകം ഒഴിവുകൾ പെട്ടെന്ന് സംജാതമായിരിക്കുന്നു. മറ്റൊരു സുപ്രധാന ഒഴിവ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്താണ്. OJ ജനീഷ് മന്ത്രിയായതോടെ ആ പദവിയിലേക്കും പുതിയൊരാളെ കണ്ടെത്തണം. അതുകൊണ്ട് തന്നെ ചരടുവലികൾ ശക്തമാണ്. A ഗ്രൂപ്പും I ഗ്രൂപ്പും മാത്രമല്ല, ഹൈക്കമാൻഡ് ഗ്രൂപ്പ് എന്ന KC വേണുഗോപാൽ ഗ്രൂപ്പും ഈ പദവിക്ക് വേണ്ടി നീക്കങ്ങൾ നടത്തുന്നു. ഏറ്റവും ഒടുവിൽ പറഞ്ഞു കേട്ട 2 പേരുകൾ ബെന്നി ബെഹനാന്റെയും ഷാഫി പറമ്പിലിൻ്റെതുമാണ്. ക്രൈസ്തവർ അവഗണിക്കപ്പെടുന്നു എന്ന പരാതിയെ തുടർന്നാണ് ക്രിസ്ത്യാനിയായ KPCC പ്രസിഡന്റ് എന്ന ആശയം തന്നെ രൂപപ്പെടുന്നത്. അങ്ങനെ അവസാന നിമിഷം വരെ പരിഗണിക്കപ്പെട്ടിരുന്ന 2 പേരുകൾ ആൻഡോ ആൻ്റണിയുടെയും സണ്ണി ജോസഫിൻ്റെയുമായിരുന്നു. ആൻഡോ ആൻ്റണി സഭയുടെ പിന്തുണയോടെ അവസാന നിമിഷം വരെ നീക്കങ്ങൾ നടത്തിയെങ്കിലും ഒടുവിൽ നറുക്കു വീണത് സണ്ണി ജോസഫിനായിരുന്നു. ആ സണ്ണി ജോസഫ് മന്ത്രി പദവിയിലേക്ക് പോയപ്പോൾ സ്വാഭാവികമായും ക്രൈസ്തവ വിഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന ഒരാൾ തന്നെ ആവും KPCC പ്രസിഡന്റ് എന്ന് വിശ്വസിക്കുന്നവർ ഏറെയാണ്. അങ്ങനെയാണ് ബെന്നി ബെഹനാന്റെ പേര് ഉയർന്നു കേട്ടത്. KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാവാൻ നടത്തിയ നീക്കത്തെ സർവാത്മന പിന്തുണയ്ക്കുകയായിരുന്നു A ഗ്രൂപ്പ്. A ഗ്രൂപ്പും KC ഗ്രൂപ്പും തമ്മിലുള്ള ധാരണയുടെ ഒരു അടിത്തറ KC മുഖ്യമന്ത്രിയായി കഴിഞ്ഞാൽ ബെന്നി ബെഹനാനെ KPCC പ്രസിഡന്റ് ആക്കുമെന്നതായിരുന്നു. എന്നാൽ KC മുഖ്യമന്ത്രിയായില്ല. മാത്രമല്ല, ക്രൈസ്തവ വിഭാഗത്തിന് അർഹിക്കുന്നതിലധികം പ്രാധാന്യം കിട്ടിയിരിക്കുന്നു. MLA-മാരുടെ കാര്യത്തിലും മന്ത്രിമാരുടെ കാര്യത്തിലും ഏറ്റവും കൂടുതൽ പ്രാധാന്യം കിട്ടിയിരിക്കുന്നത് ക്രൈസ്തവർക്കാണ്. അതുകൊണ്ട് തന്നെ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ഒരാളെ തന്നെ KPCC പ്രസിഡന്റ് ആക്കണം എന്ന പഴയ തിയറി പതിയെ മങ്ങി വരികയാണ്. അവിടെയാണ് ഷാഫി പറമ്പലിൻ്റെ സാധ്യത തെളിയുന്നത്. കോൺഗ്രസ് പാർട്ടി വേണ്ടതുപോലെ മുസ്ലിം കമ്മ്യൂണിറ്റിയെ പിന്തുണച്ചിട്ടില്ല എന്ന പരാതി മുസ്ലിം സമൂഹത്തിനുണ്ട്. ലീഗ് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തത് എന്ന് പറയുമ്പോഴും കോൺഗ്രസ് പ്രവർത്തിക്കുന്ന മുസ്ലിമുകളുടെ അവസ്ഥയോ എന്നാണ് പലരും ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്രൈസ്തവർ വേണ്ട എന്ന ധാരണയെത്തി ബെന്നി ബെഹനാനെ വെട്ടിയാൽ പകരം ഷാഫി പറമ്പലിനെ ഉയർത്തിക്കാട്ടാൻ ചിലർ താല്പര്യം കാണിക്കുന്നു. എന്നാൽ ക്രൈസ്തവർ വേണ്ട എന്നൊരു തീരുമാനം എടുത്തിട്ടില്ല. ഇപ്പോഴും ക്രിസ്ത്യാനിയായ KPCC പ്രസിഡന്റ് എന്ന അവസ്ഥ തുടരുന്നു എന്ന് വിശ്വസിക്കുന്നവരാണ് ഏറെയും. കഴിഞ്ഞ തവണ കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടപ്പെട്ടു പോയ KPCC പ്രസിഡന്റ് സ്ഥാനം തനിക്ക് ഇക്കുറി വേണം എന്നാവശ്യപ്പെട്ട് പത്തനംതിട്ട MP ആൻഡോ ആൻ്റണി രംഗത്തെത്തിയിട്ടുണ്ട്. അതിനിടയിൽ ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയായി മാത്യു കുഴൽനാടനും കടന്നു വരുന്നു. KC വേണുഗോപാലിന് വേണ്ടി ശക്തമായ നിലപാടെടുക്കുകയും അതിൻ്റെ പേരിൽ സോഷ്യൽ മീഡിയയിൽ ആക്രമിക്കപ്പെടുകയും ചെയ്ത പ്രധാന നേതാക്കളിൽ ഒരാളായിരുന്നു മാത്യു കുഴൽനാടൻ. മാത്യു കുഴൽനാടന് മന്ത്രിസ്ഥാനവും ലഭിക്കാതെ പോയി. ഓർത്തഡോക്സ് സഭയ്ക്ക് ഒരു മന്ത്രി പോലും ഇല്ലാതെ യാക്കോബായ സഭയ്ക്ക് 2 മന്ത്രിമാരെ കൊടുത്താൽ അത് വിവാദമാകും എന്ന് മനസ്സിലാക്കിയാണ് മാത്യു കുഴൽനാടന് മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ട് റോജി എം ജോണിലേക്ക് എത്തുന്നത്. ഈ പശ്ചാത്തലത്തിൽ മാത്യു കുഴൽനാടനെ KPCC പ്രസിഡന്റ് ആക്കണം എന്ന ആഗ്രഹം KC വേണുഗോപാലിനുണ്ട് എന്നാണ് അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന. KCക്ക് അങ്ങനെ ഒരു താല്പര്യമുണ്ടെങ്കിൽ മാത്യു കുഴൽനാടന് വളരെ എളുപ്പമായിരിക്കും. കാരണം KPCC പ്രസിഡന്റിനെ നിയമിക്കുന്നത് MLA-മാരുടെയോ MP-മാരുടെയോ പിന്തുണ നോക്കിയല്ല, നേരെ മറിച്ച് ഹൈക്കമാൻഡിൻ്റെ തീരുമാനമനുസരിച്ചാണ്. മുഖ്യമന്ത്രിയാവാനുള്ള KC വേണുഗോപാലിൻ്റെ ശ്രമം പരാജയപ്പെട്ടു പോയതുകൊണ്ട് തന്നെ ഹൈക്കമാൻഡ് KC പറയുന്ന ആളെ മാത്രം KPCC പ്രസിഡന്റ് ആക്കും എന്നാണ് ചില രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്. അങ്ങനെയെങ്കിൽ ഏറ്റവും കൂടുതൽ സാധ്യത മാത്യു കുഴൽനാടന് തന്നെയാണ്. ഇതിനിടയിൽ ശക്തമായ നീക്കങ്ങൾ നടത്തി കൊടിക്കുന്നിൽ സുരേഷും രംഗത്തുണ്ട്. ദളിതനെ പരിഗണിക്കാൻ എന്തിനാണ് മടിക്കുന്നത്? തന്നെപ്പോലെ സീനിയറായ ഒരു കോൺഗ്രസ് നേതാവ് ദളിതനായതുകൊണ്ടാണോ അവഗണിക്കപ്പെടുന്നത്? അതുകൊണ്ട് തന്നെ KPCC പ്രസിഡന്റ് ആക്കണം എന്നാവശ്യപ്പെട്ട് രംഗത്തുണ്ട്. ACC പ്രസിഡന്റ് മല്ലികാർജ്ജുന ഖാർഗെയെ പോയി കണ്ട് ഇക്കാര്യം ബോധ്യപ്പെടുത്തുന്നതിൽ വിജയിച്ചു എന്നാണ് കൊടിക്കുന്നിൽ ക്യാമ്പ് പറയുന്നത്. നേരത്തെ മുതൽ കൊടിക്കുന്നിൽ KPCC പ്രസിഡന്റ് പദവിക്ക് വേണ്ടി ചരട് വലിക്കുകയാണ്. അതേസമയം എന്തിനാണ് MLA-മാരും MP-മാരും KPCC പ്രസിഡന്റ് ആവുന്നത്?
KPCC പ്രസിഡന്റ് പോലുള്ള ഉന്നതമായ പദവി എന്തിനാണ് പാർട്ട് ടൈം ജോബാക്കി മാറ്റുന്നത് എന്ന് ചോദിക്കുന്ന സാധാരണ പാർട്ടി പ്രവർത്തകരെയും അവരെ പിന്തുണയ്ക്കുന്ന നേതാക്കളുടെയും എണ്ണം കൂടി വരുന്നു. MLA-യോ MP-യോ മന്ത്രിയോ അല്ലാത്തവർ KPCC പ്രസിഡന്റ് ആവട്ടെ എന്ന് വിശ്വസിക്കുന്നവരുടെ എണ്ണം കൂടി വരികയാണ്. ഇതേ നിലപാട് തന്നെയാണ് മുഖ്യമന്ത്രി VD സതീശനും. പല യൂത്ത് കോൺഗ്രസ് നേതാക്കളും ഈ ആശയവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. മന്ത്രി ആയതുകൊണ്ടോ MLA ആയതുകൊണ്ടോ KPCC പ്രസിഡന്റ്, വർക്കിംഗ് പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി പദവി ഒഴിയുമ്പോൾ പിന്നെ എന്തിനാണ് MP ആയിരിക്കുന്നവർ ആ പദവിയിലേക്ക് വരുന്നത് എന്ന ചോദ്യമാണ് അവർ ഉന്നയിക്കുന്നത്. MLA-യേക്കാൾ തിരക്കുള്ളയാളല്ലേ MP? സ്വന്തം മണ്ഡലത്തിൽ ശ്രദ്ധിക്കേണ്ടവരല്ലേ? പിന്നെ MP-മാരെന്തിനാണ് ഈ പണിക്കിറങ്ങുന്നത് എന്ന ചോദ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. MLA-യും MP-യും മന്ത്രിയുമല്ലാത്ത നേതാക്കളുടെ പേര് തെരഞ്ഞു നടക്കുകയാണ് ഇപ്പോൾ ആളുകൾ. അങ്ങനെ ഉയർന്നു വരുന്ന രണ്ട് പേരുകൾ ജോസഫ് വാഴയ്ക്കിൻ്റെയും KC ജോസഫിൻ്റെയുമാണ്. ദീർഘകാലം ഇരിക്കൂറിൽ MLA ആയിരുന്ന KC ജോസഫ് ഇപ്പോൾ പണിയൊന്നുമില്ലാതെ നടക്കുന്നു. യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും ഒക്കെ സമുന്നത നേതാവായിരുന്ന ജോസഫ് വാഴയ്ക്കൻ അർഹതയുള്ള പദവികളിൽ നിന്നും നിഷ്കാസിതനായ ആളാണെന്നും ഇക്കുറി സീറ്റ് നൽകാം എന്ന് പറഞ്ഞ് വഞ്ചിച്ചെന്നുമുള്ള പരാതി ഉയർന്നതാണ്. ജോസഫ് വാഴയ്ക്കനെ ഏറ്റുമാനൂർ സീറ്റ് ഉറപ്പിക്കുകയും ഏതാണ്ട് 1.5 ലക്ഷത്തോളം പോസ്റ്റർ അടിക്കുകയും ചെയ്തതാണ്. എന്നാൽ അവസാന നിമിഷം ജോസഫ് വാഴയ്ക്കനെ വെട്ടി പകരം സീറ്റ് കൊടുത്തത് നാട്ടകം സുരേഷിനെ. ആ സീറ്റ് നാട്ടകം സുരേഷ് വാസവനെ വീഴ്ത്തി പിടിച്ചെടുത്തു. അതുകൊണ്ട് തന്നെ ജോസഫ് വാഴയ്ക്കനെ പരിഗണിക്കണം എന്ന ആവശ്യം പല കോണുകളിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട്. MLA-മാരും MP-മാരും KPCC പ്രസിഡന്റ് ആവേണ്ടതില്ല. ജോസഫ് വാഴയ്ക്കനെ പോലെ പരിണിതപ്രജ്ഞരായ നേതാക്കൾ ആ പദവിയിലേക്ക് എത്തട്ടെ എന്ന് ആഗ്രഹിക്കുന്നവരുടെ എണ്ണം കൂടി വരുന്നു. രമേശ് ചെന്നിത്തലയ്ക്കും VD സതീശനും യോജിപ്പ് മാത്രമാണുള്ളത്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും KPCC പ്രസിഡന്റിന് വേണ്ടിയുള്ള വടംവലി മുറുകുമ്പോൾ ആരാണ് മുൻപിലെന്ന് പറയാൻ കഴിയുന്ന സാഹചര്യമില്ല. പക്ഷെ ഒരു കാര്യം പറയാതെ നിവർത്തിയില്ല. KPCC പ്രസിഡന്റ് പദവി പാർട്ട് ടൈം ആക്കുന്നതിനോട് യോജിക്കാൻ കഴിയുന്നത് എങ്ങനെ? MLA-യും MP-യും മന്ത്രിയുമല്ലാത്ത മറ്റൊരു നേതാവും ഇല്ലാത്തതുകൊണ്ടാണോ KPCC പ്രസിഡന്റ് പദവിയിലേക്ക് നിലവിൽ സ്ഥാനമാനങ്ങളുള്ളവരെ തന്നെ തെരഞ്ഞെടുക്കുന്നത്? കോൺഗ്രസ് നേതൃത്വം ഇതേക്കുറിച്ച് പുനർവിചിന്തനം നടത്തുന്നത് ഉചിതമാകും.